എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് നിലവിലുള്ള ഏതൊക്കെ തൊഴിലവസരങ്ങളാണ് ഉള്ളത് എന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 9947903015 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കുമ്പോൾ ഏത് വേക്കൻസിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നും പറയാൻ മറക്കരുത്. തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക്, അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ജോലി ഉറപ്പുവരുത്താനും കഴിയും. അപ്പോൾ നമുക്ക് നിലവിലുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറത്തേക്ക് ഒരു റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട്. ഫീമെയിൽ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറി 10,000 രൂപ വരെയായിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും. എറണാകുളം ജില്ലയിലേക്കും കോഴിക്കോട് ജില്ലയിലേക്കും ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് 6ഓളം പേരെ ആവശ്യമുണ്ട്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഗാർമെൻറ്റ് സെക്ടറിൽ ഉണ്ടായിരിക്കണം. ഡിഗ്രി അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കും. സാലറി 20,000 രൂപ മുതൽ 40,000 രൂപ വരെയായിരിക്കും. മികച്ച ഇൻസെൻറ്റീവും DA എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കും. അടുത്ത വേക്കൻസി കോഴിക്കോട് കാരപ്പറമ്പിലേക്കാണ്. ബേക്കറി സെയിൽസ്മാൻ കം ബില്ലിംഗ് സ്റ്റാഫായിട്ട് 2 യുവാക്കളെ ആവശ്യമുണ്ട്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സാലറി 12,000 രൂപ മുതൽ 15,000 രൂപ വരെയായിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് 12 മണിക്കൂറാണ്. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. കോഴിക്കോട് കൊടുവള്ളിയിലേക്ക് ടെലികോളറായിട്ട് ഒരു ഫീമെയിലിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഭാഷകൾ സംസാരിക്കാൻ കഴിയണം. 15,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി കോഴിക്കോട് ടൗണിലേക്കാണ്. കോഴിക്കോട് ടൗണിലേക്ക് AC ടെക്നീഷ്യൻസിനെയും സെയിൽസ് എക്സിക്യൂട്ടീവ്, ഡിസൈൻ എഞ്ചിനീയേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കും വേക്കൻസികളുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. 12,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് എടപ്പാൾ, വളാഞ്ചേരി ഭാഗങ്ങളിലേക്കാണ്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവായിട്ട് 2 പേരെ ആവശ്യമുണ്ട്. BCom അല്ലെങ്കിൽ BBA ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരായിരിക്കണം. MS Excel, ടാലി എന്നിവയിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. 12,000 രൂപ വരെയായിരിക്കും. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് സാലറി. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാലറി ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ ആവശ്യമുള്ളവർക്ക് അവൈലബിൾ ആണ്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മഞ്ചേരിയിലേക്കാണ്. മഞ്ചേരിയിലേക്ക് വെയിട്രസ് ആയിട്ട് വേക്കൻസി ഉണ്ട്. ഫീമെയിൽ വേക്കൻസിയാണ്. അതേപോലെ തന്നെ ടെലികോളറായിട്ടും ഒരു ഫീമെയിലിനെ ആവശ്യമുണ്ട്. വെയിട്രസ് ആയിട്ട് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഫ്ലുവൻ്റ് ആയിരിക്കണം. 12,000 രൂപയായിരിക്കും സാലറി. ടെലികോളറായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കുണ്ടറയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലേക്ക് ടെലികോളേഴ്സ് ആയിട്ട് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. അതേപോലെ തന്നെ സാലറി വരുന്നത് മികച്ച സാലറി ഉണ്ടായിരിക്കും. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. 23-നും 24-നും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലേക്കാണ്. സെയിൽസ് ഓഫീസറായിട്ട് +2 ക്വാളിഫിക്കേഷനുള്ള 30 വയസ്സിന് താഴെ പ്രായമുള്ളവരെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഈ ഒരു റോളിൽ ഉണ്ടായിരിക്കണം. സെയിൽസ് ഓഫീസറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 2 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. TA എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കുന്നതാണ്.
നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി, കോഴിക്കോട് ജില്ലയിലെ വടകര, പേരാമ്പ്ര, കൊയിലാണ്ടി ഭാഗങ്ങളിലേക്ക് സെയിൽസ് ആൻഡ് കളക്ഷൻ സ്റ്റാഫായിട്ട് 32 വയസ്സിന് താഴെ പ്രായമുള്ള +2 ക്വാളിഫിക്കേഷൻ ഉള്ള 2 വീലർ ലൈസൻസ് ഉള്ളവരെ ആവശ്യമുണ്ട്. മിനിമം 6 മാസത്തെ സെയിൽസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷനിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഒരു വർഷം 1,87,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിലേക്ക് സ്റ്റഡി അബ്രോഡ് കൗൺസിലറായിട്ടും സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ടും ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്ക് തന്നെയാണ്. മലപ്പുറം മഞ്ചേരിയിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട്. 35 വയസ്സ് വരെയാണ് പ്രായപരിധി. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. 12,000 രൂപ വരെ ആയിരിക്കും സാലറി. ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും. രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. 2 വീലർ ലൈസൻസ് നിർബന്ധമാണ്. നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തേക്ക് അഡ്മിനായിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജറായിട്ടും ടെലികോളറായിട്ടും വേക്കൻസി ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ അഡ്മിനായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ പോസ്റ്റിലേക്കാണ് വേക്കൻസി. എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 12,000 രൂപയായിരിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജറായിട്ട് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓഫീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിങ്ങിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 25,000 രൂപ വരെയായിരിക്കും സാലറി. ടെലികോളറായിട്ട് 8,000 രൂപ മുതൽ 16,000 രൂപ വരെ 10,000 രൂപ വരെ ആയിരിക്കും സാലറി. ഫീമെയിൽ വേക്കൻസിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി ബില്ലിങ്ങിലേക്ക് ഫീമെയിൽസിനെ തിരൂരിലേക്ക് ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. 12,000 രൂപയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പുത്തനത്താണിയിലേക്ക് ടെക്നിക്കൽ കോർഡിനേറ്ററായിട്ടും ടെലികോളറായിട്ടും സൈറ്റ് എഞ്ചിനീയർ, മാർക്കറ്റിംഗ് ഓഫീസർ, അക്കൗണ്ട്സ് ട്രെയിനി എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ടെക്നിക്കൽ കോർഡിനേറ്ററായിട്ട് യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. MTech പാസ്സായവരായിരിക്കണം. 25,000 രൂപ വരെയായിരിക്കും സാലറി. ടെലികോളറായിട്ട് ഫീമെയിൽ വേക്കൻസിയാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. 12,000 രൂപയായിരിക്കും സാലറി. ഫീമെയിൽ വേക്കൻസിയാണ്. സൈറ്റ് എഞ്ചിനീയറായിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ BTech പാസ്സായ പുരുഷന്മാരെയാണ് ആവശ്യം. 18,000 രൂപ വരെയായിരിക്കും സാലറി. മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് MBA അല്ലെങ്കിൽ BBA ക്വാളിഫിക്കേഷനുള്ള പുരുഷന്മാരെയാണ് ആവശ്യം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 30,000 രൂപ വരെയായിരിക്കും. അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ട് യുവാക്കൾക്ക് അപേക്ഷിക്കാം. BCom പാസ്സായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 20,000 രൂപ വരെയായിരിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിലേക്ക് വീഡിയോഗ്രാഫറായിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ വീഡിയോഗ്രാഫിൽ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് 3 വർഷത്തെ ഉണ്ടായിരിക്കണം. 20,000 രൂപയായിരിക്കും സാലറി. പ്രൊജക്ട് മാനേജറായിട്ട് എറണാകുളം, പാലക്കാട്, മലപ്പുറം ഭാഗത്തേക്കാണ് വേക്കൻസി. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിപ്ലോമ അല്ലെങ്കിൽ BTech എഞ്ചിനീയറിംഗിൽ ഉണ്ടായിരിക്കണം. 20,000 രൂപയായിരിക്കും സാലറി. അക്കൗണ്ട്സ് കം അഡ്മിനായിട്ട് ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. BCom പാസ്സായിരിക്കണം. സാലറി 25,000 രൂപ വരെയായിരിക്കും. ഇതുപോലൊരു വേക്കൻസി നമുക്ക് കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു. അത് ഫില്ലായിട്ടുണ്ട്. അതേപോലത്തെ ഒരു വേക്കൻസിയാണ്. അപ്പോൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് എൻക്വയറി ചെയ്ത പലരും ഉണ്ടായിരുന്നു. അവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെയിൽസ് ആൻഡ് അഡ്മിനായിട്ട് യുവാക്കളെയാണ് ആവശ്യം. ചേളാരി പടിക്കൽ ഭാഗത്തേക്കാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സാലറി 15,000 രൂപ വരെയായിരിക്കും. ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് പുരുഷനെയാണ് ആവശ്യം. എറണാകുളം, ആലപ്പുഴ ഭാഗങ്ങളിലേക്കാണ്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. എക്സ്പീരിയൻസ് 2 വർഷത്തെ ഉണ്ടായിരിക്കണം. സാലറി 23,000 രൂപ വരെയായിരിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്കും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ടും വേക്കൻസികളുണ്ട്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റിലേക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ആവശ്യം. 25,000 രൂപയായിരിക്കും സാലറി. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ട് സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി തിരൂരിലേക്കാണ്. തിരൂരിലേക്ക് CRE റിസപ്ഷനിസ്റ്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്.
റിസപ്ഷനിസ്റ്റായിട്ട് ഫീമെയിൽസിനെയും സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് യുവാക്കൾക്കും അപേക്ഷിക്കാം. CRE ആയിട്ടും ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും എല്ലാ പോസ്റ്റുകളിലേക്കും പരിഗണിക്കും. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. 8,000 രൂപ മുതൽ 12,000 രൂപ വരെയായിരിക്കും സാലറി. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പുത്തനത്താണിയിലേക്കാണ്. പുത്തനത്താണിയിലേക്ക് ഒരു ജ്വല്ലറിയിലേക്ക് ക്ലീനിങ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഫീമെയിൽ വേക്കൻസിയാണ്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 12,000 രൂപ വരെയായിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. പട്ടാമ്പിയിലേക്ക് പർച്ചേസ് അസിസ്റ്റൻ്റായിട്ടും അസിസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി സർവേയറായിട്ടും വേക്കൻസിയുണ്ട്. പർച്ചേസ് അസിസ്റ്റൻ്റായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ടാലി അറിവുള്ളവരെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് മിനിമം 6 മാസത്തെങ്കിലും ഉണ്ടായിരിക്കണം. 6 മാസം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറി 7,000 രൂപയും അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറിയിൽ മാറ്റവും ഉണ്ടായിരിക്കും. അസിസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി സർവേയറായിട്ട് BTech സിവിൽ അല്ലെങ്കിൽ സിവിൽ ഡിപ്ലോമ പാസ്സായവരാണ് ആവശ്യം. മിനിമം 1 വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 1 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10,000 രൂപയായിരിക്കും സാലറി. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറിയിൽ മാറ്റം വരുന്നതായിരിക്കും. അടുത്ത വേക്കൻസി തൃശ്ശൂർ കട്ടകമ്പലിയിലേക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ മാനേജർ, CNC മെഷീൻ ഓപ്പറേറ്റർ, അക്കൗണ്ടൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. എല്ലാ പോസ്റ്റുകളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മികച്ച സാലറി ഉണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. മലപ്പുറം മേലാറ്റൂരിലേക്ക് അക്കൗണ്ടൻറ്റ്, ബില്ലിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. അക്കൗണ്ടൻ്റായിട്ട് യുവാക്കളെയാണ് ആവശ്യം. ബില്ലിംഗ് സ്റ്റാഫായിട്ട് യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. അക്കൗണ്ടിംഗ് കോഴ്സ് ഏതെങ്കിലും പഠിച്ച് പാസ്സായവരായിരിക്കണം. മികച്ച സാലറി ഉണ്ടായിരിക്കും. വർക്കിംഗ് ടൈം 10 മണിക്കൂറായിരിക്കും. ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. മലപ്പുറം ഡൗൺ ഹില്ലിലേക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് വേക്കൻസിയുണ്ട്. യുവാവിനെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സാലറി 15,000 രൂപയായിരിക്കും. ESI PF എന്നീ അലവൻസുകളും ഉണ്ടായിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വളാഞ്ചേരി, കോട്ടക്കൽ, എടപ്പാൾ, ചങ്ങരംകുളം, തിരൂർ, എടവണ്ണപ്പാറ ഭാഗങ്ങളിലേക്കാണ്. സെയിൽസ് പ്രൊമോട്ടേഴ്സായിട്ട് 45 വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറി 8,000 രൂപയായിരിക്കും. അതിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സാലറിയിൽ മാറ്റമുണ്ടായിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. താല്പര്യമുള്ളവർ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. മലപ്പുറത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പാക്കിംഗ് സ്റ്റാഫായിട്ട് വേക്കൻസിയുണ്ട്. യുവാക്കളെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 10,000 രൂപ വരെ ആയിരിക്കും. വർക്കിംഗ് ടൈം വരുന്നത് 12 മണിക്കൂറാണ്. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോട്ടക്കലിലേക്കാണ്. കോട്ടക്കലിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ടും അക്കൗണ്ടൻ്റ് ആയിട്ടും വേക്കൻസികളുണ്ട്. ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. സാലറി 15,000 രൂപ മുതൽ ആയിരിക്കും. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. അക്കൗണ്ടൻ്റ് ആയിട്ട് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സാലറി 15,000 രൂപ വരെ ആയിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി കോഴിക്കോട് ടൗണിലേക്കാണ്. കോഴിക്കോട് ടൗണിലേക്ക് അക്കൗണ്ടൻ്റ് ആയിട്ടും മാനേജർ, BDM, ഓഫീസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് ഫീമെയിൽസിന് ആവശ്യമുണ്ട്. അക്കൗണ്ടൻ്റ് ആയിട്ട് BCom അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരും അക്കൗണ്ടിംഗ് കോഴ്സ് ഏതെങ്കിലും പഠിച്ച് പാസ്സായവരുമായിരിക്കണം. എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. സാലറി 8,000 രൂപ മുതൽ 20,000 രൂപ വരെ ആയിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആയിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി എടപ്പാളിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ എടപ്പാളിലേക്ക് സെയിൽസ് കോർഡിനേറ്ററായിട്ടൊരു ഫീമെയിലിനെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറി വരുന്നത് 15,000 രൂപ വരെയായിരിക്കും. ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും. മലയാളം, ഹിന്ദി, തമിഴ് ലാംഗ്വേജുകൾ ഫ്ലുവൻസി ഉണ്ടായിരിക്കണം. അടുത്ത വേക്കൻസി കോഴിക്കോട് കാരപ്പറമ്പിലേക്കാണ്. ബേക്കറി സെയിൽസ്മാൻ കം ബില്ലിംഗ് സ്റ്റാഫായിട്ട് 2 പേരെ ആവശ്യമുണ്ട്. പുരുഷന്മാരെയാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 12,000 രൂപ മുതൽ 15,000 രൂപ വരെ ആയിരിക്കും. വർക്കിംഗ് ടൈം 12 മണിക്കൂറായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്.
നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം പെരിന്തൽമണ്ണയിലേക്കാണ്. ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട്. +2 ക്വാളിഫിക്കേഷനുള്ള, കമ്പ്യൂട്ടർ നോളജുള്ള, എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി വരുന്നത് 12,000 രൂപയായിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി പെരിന്തൽമണ്ണയിലേക്കാണ്. പെരിന്തൽമണ്ണയിലേക്ക് ടെലി സെയിൽസിലേക്ക് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. സാലറിയും ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസിയും പെരിന്തൽമണ്ണയിലേക്കാണ്. അക്കൗണ്ടൻറ്റ്, അതേപോലെ തന്നെ കാറ്റഗറി ബിസിനസ് മാനേജർ, പർച്ചേസ് മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. എല്ലാ പോസ്റ്റുകളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അക്കൗണ്ടൻ്റായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസും, കാറ്റഗറി ബിസിനസ് മാനേജറായിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസും, പർച്ചേസ് മാനേജറായിട്ട് ഹോം അപ്ലയൻസിലേക്കാണ് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. സാലറി മറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മണ്ണാർക്കാട്ടേക്കാണ്. മണ്ണാർക്കാട്ടേക്ക് സർവേയറായിട്ട് വേക്കൻസി ഉണ്ട്. മിനിമം 2 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. 10,000 രൂപ മുതൽ 20,000 രൂപ വരേക്കും സാലറി. സ്റ്റേഷൻ മെഷീൻ ഓപ്പറേഷനിൽ നോളജ് ഉള്ളവരായിരിക്കണം. അക്കോമഡേഷൻ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക. തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലേക്കും മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വേക്കൻസി ഉണ്ട്. ഫർണിച്ചർ ഇൻറ്റീരിയർ കമ്പനികളിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. 2 വീലർ ലൈസൻസ് ഉള്ളവരെയാണ് ആവശ്യം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഫീൽഡിൽ ഉണ്ടായിരിക്കണം. 25,000 രൂപ മുതലായിരിക്കും സാലറി ഉണ്ടാവുക. ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും. ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്ത വേക്കൻസി വരുന്നത് കോട്ടക്കലിലേക്കാണ്. ക്യാഷ്യർ, സെയിൽസ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് പുരുഷന്മാരെ ആവശ്യമുണ്ട്. 2 ക്യാഷ്യറായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപ വരെയായിരിക്കും സാലറി. സെയിൽസ് സ്റ്റാഫായിട്ട് 2 പേരാണ് ആവശ്യം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. സാലറി 15,000 രൂപ വരെയായിരിക്കും. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. കോട്ടക്കലിലേക്ക് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ടും അക്കൗണ്ടൻ്റായിട്ടും വേക്കൻസികളുണ്ട്. ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള, എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ആവശ്യം. 15,000 രൂപയായിരിക്കും സാലറി. ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും. അക്കൗണ്ടൻ്റായിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 15,000 രൂപയായിരിക്കും സാലറി. വർക്കിംഗ് ടൈം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിന് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ. നമുക്ക് നിലവിലുള്ള അടുത്ത വേക്കൻസി മലപ്പുറം ടൗണിലേക്കും പെരിന്തൽമണ്ണ ടൗണിലേക്കുമാണ്. പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ജോലിയാണ്. സെയിൽസ് സ്റ്റാഫായിട്ട് ടെക്സ്റ്റൈൽസിലേക്കും സൂപ്പർ മാർക്കറ്റിലേക്കും ജോലിക്കാരെ ആവശ്യമുണ്ട്. യുവാക്കൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. 12,000 രൂപയായിരിക്കും സാലറി. ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്ക് ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാവുന്നവർക്ക് ഒരു നല്ലൊരു അവസരമാണ്. താല്പര്യമുള്ളവർ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.